ഓക്കെ ഗായ്സ്, വെൽക്കം ടു കേരള ടെക് അക്കാഡമി. കേരള ടെക് അക്കാഡമിയുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇതുവരെ നിങ്ങൾ കണ്ടിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന് മുന്നേ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്, അതായത് ഇപ്പോൾ SSC അതേപോലെ RRB NTPC എന്ന പരീക്ഷകളിലേക്ക് വേണ്ട കുറച്ച് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെ കുറച്ച് മാത്സ് നിങ്ങൾക്ക് എത്ര എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് പൊടിക്കൈകളാണ്. ഒരു മൾട്ടിപ്ലിക്കേഷനാണ് കൂടുതൽ നിങ്ങൾ ആൾക്കാരും സ്റ്റക്ക് ചെയ്യാറ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ സെഷനാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ വീഡിയോ കാണുക. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ആവശ്യമുള്ളവരൊക്കെ ഷെയർ ചെയ്യുക എന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു മൾട്ടിപ്ലിക്കേഷൻ, ഒരു 2x2 മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ് എളുപ്പത്തിൽ. നിങ്ങൾ 24 × 85 എന്നൊരു ചോദ്യം വന്നു. അപ്പോൾ നിങ്ങളതെങ്ങനെ ചെയ്യുമെന്നാണ് ചെയ്യുന്നതാണ്. നിങ്ങൾ സാധാരണ നിങ്ങൾ എന്ത് ചെയ്യും, 5 × 4 മൾട്ടിപ്ലൈ ചെയ്ത് 20 × 5 10, 5 × 2 10 പ്ലസ് 8 × 4. അതേപോലെ ഇങ്ങനെ ചെയ്യും, 5 × 2 10, 10 + 2 12, പിന്നെ ഈ 8 × 4 32, 3, 8 × 2 16 + 3 19 എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി 0 4 0 1 ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇത് ഇങ്ങനെ ചെയ്യേണ്ട, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ സാധാരണ 24 × 85 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ക്രീനിലായിരിക്കും ഇങ്ങനെയാണ് തരിക. അപ്പോൾ നിങ്ങൾക്കതെങ്ങനെ എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ്. സാധാരണ നിങ്ങളൊരു 3 സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി ഇതിന്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളിപ്പോൾ 24 × 85 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യം 4 × 5 മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ വൺസ് പ്ലേസിൽ എഴുതുക. അത് കഴിഞ്ഞ് 4 × 8 മൾട്ടിപ്ലൈ ചെയ്യുക, 2 × 5 മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ കൂട്ടിയിട്ട് അടുത്ത സംഖ്യയായിട്ട് എഴുതുക. ഇതിന് വല്ല ക്യാരി ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഒപ്പം കൂട്ടിയിട്ട് എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 24 × 85 എന്നുള്ളതിൽ 2 × 8 മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവസാനത്തെ സംഖ്യയായിട്ട് എഴുതുക. ഓക്കെ, ഇവിടെ സംഖ്യ വരും, ഇത് അവസാനത്തെ സംഖ്യയായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു മെത്തേഡിൽ വെച്ചിട്ട് 5 × 4 20, അപ്പോൾ 2 ആണ് നമുക്ക് എന്ത് വന്നു, ക്യാരി വന്നു. അപ്പോൾ എന്ത് വന്നു, ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് 4 × 8 32 പ്ലസ് 2 × 5 32 പ്ലസ് 10. 2 × 5 നമുക്ക് 10 ആണെന്നറിയാം. 4 × 8 32 ആണെന്നറിയാം. ഇത് 10 ആണെന്നറിയാം. 32 പ്ലസ് 10 42 വന്നു. 42 പ്ലസ് ഇതിൽ നമുക്കൊരു 2 എന്ന് പറഞ്ഞ സംഖ്യ ക്യാരി ഉണ്ട്. 42 + 2 എന്ത് വന്നു, 44 എന്ന് വന്നു. അപ്പോൾ 4 വന്നു. ആ 4 വേറെ നമുക്ക് അടുത്ത എന്ത് കിട്ടി, ക്യാരി കിട്ടി. അത് മനസ്സിൽ വെക്കുകയാണ്. ഇനി 2 × 8 എന്താണ്, 16 ആണ്. 16 + 4 എന്താണ്, 20 ആണ്. അപ്പോൾ 20 എടുത്തിട്ട് ഇവിടെ എടുത്ത് എഴുതി. ഓക്കെ, അപ്പോൾ 2040. 24 × 85 എത്ര പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ, നമുക്ക് വേറെ ഒരു സംഖ്യ നോക്കാം. 25 × 12. ഓക്കെ, 5 × 2 എന്താണ്, 10. അപ്പോൾ 1 ക്യാരി വന്നു. ഇനി ഈ 5 × 2 ആണ് ചെയ്ത്. അപ്പോൾ എന്ത് കിട്ടി, 10 വന്നു, 1 ക്യാരി വന്നു. ഇനി എന്താണ്, 5 × 1 5, അത് പ്ലസ് 2 × 2 4, 5 + 4 9, 9 + 1 10 0. അടുത്ത 1 വന്നു. അടുത്തെന്താ ചെയ്യുക, 2 × 1 ഈ ഫസ്റ്റ് സംഖ്യയും ഈ സംഖ്യ അതാണ്ടോ, 2 × 8 ഇതുള്ള 2 × 1 2 ആണ്. അതേ പ്ലസ് 1 ചെയ്തു, നമുക്ക് പണ്ടത്തെ ക്യാരി. അപ്പോൾ അത് 3 ആണ്. അപ്പോൾ 300. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എളുപ്പത്തിൽ പെട്ടെന്ന് ഈ ഒരു സ്റ്റെപ്പൊന്നും ഒക്കെ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു എളുപ്പ വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ വേറൊരു ട്രിക്കായിട്ട് പറഞ്ഞുതരാം. ഇനി 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. ആവശ്യമുള്ളവർ ശ്രദ്ധിച്ച് നോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് പിന്നീട് അത് എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് 1 to 1 × 11 മൾട്ടിപ്ലൈ നിങ്ങൾക്ക് എന്തായാലും അറിയാം. 11³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാം, 1331 എന്നറിയാം. അതുകൊണ്ടാണ് ഞാനത് എടുത്തുക്കണം. 1 to 1 × 11 ആണെങ്കിൽ
ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഈ വൺസ് പ്ലേസിൽ 1 അതേപോലെ എടുത്ത് ചെയ്താൽ ഇനി എന്താ 2 + 1 എന്താണ് 3 അതെടുത്ത് ചെയ്താൽ 1 + 2 എന്താണ് 3 അതെടുത്ത് ചെയ്താൽ മനസ്സിലായില്ലേ? ഇതും ഞാൻ കൂട്ടി ഇതും ഞാൻ കൂട്ടി അതെടുത്ത് ഇവിടെ എഴുതി. ഓക്കെ, 1 എടുത്തിട്ട് അവസാനത്തെ 1 എടുത്തിട്ട് ഇവിടെ എഴുതി. ഓക്കെ, ഇതാണ് ഉത്തരം 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. വേറൊരു എക്സാമ്പിൾ എടുത്ത് തരാം. ഒരു വലിയ സംഖ്യ തന്നെ എടുക്കാം. 4 3 2 5 6 7 × 11 എടുത്തു. അപ്പോൾ എന്ത് ചെയ്യണം? 7 × 6 എന്താണ് 7 നമ്മൾ നേരിട്ട് എടുത്ത് എഴുതി. ഈ 7 എടുത്തിട്ട് നേരിട്ട് ഇവിടെ എടുത്ത് എഴുതി. 6 + 5 ചെയ്തു. എന്താണ് 6 + 7 ചെയ്തു. 5 അല്ല, ഇത് രണ്ടും കൂടിയാണ് ഞാൻ കൂട്ടിയത്. 6 + 7 ഞാൻ ചെയ്തു. 13 ആണ്. 3 1 ക്യാരി ഉണ്ട്. 5 + 6 എന്താണ് 11 + 1 12 1 ക്യാരി വന്നു. വീണ്ടും 5 അടുത്തെന്ത് ചെയ്തു? 5 + 2 ചെയ്തു. 7 + 1 8 വന്നു. ഇനി 3 + 2 5 വന്നു. 4 + 3 7 വന്നു. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ എനിക്ക് 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കിട്ടി. ഇനി ഞാൻ 12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കാണിച്ചു തരാം എത്ര എളുപ്പത്തിൽ ചെയ്യാമെന്നാണ്. 12ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ഞാൻ ഈ പറയുന്നത്. ഇനി അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പോൾ 2 5 2 × 12 ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 2ൻ്റെ ഡബിൾ എടുത്തത് 12 ആണ്, 2 ആണ്. അപ്പോൾ എന്താണ് ഡബിൾ ആണ്. അപ്പോൾ ഈ 252 × 12 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2ൻ്റെ വൺസ് പ്ലേസിൻ്റെ 2ൻ്റെ ഡബിൾ എടുത്തത് എന്താ 4. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അതവിടെ കിടക്കട്ടെ. ഇനി ഈ അടുത്ത സംഖ്യ എടുക്കുക. 5ൻ്റെ ഡബിൾ എടുക്കുക 10. ആ 10 പ്ലസ് എന്ത് ചെയ്യണം? ഈ 2 ചെയ്യണം. എന്ത് വൺസ് പ്ലേസിൽ ഈ 2 ചെയ്യണം. അപ്പോൾ നമുക്കിത് 12 കിട്ടി. ആ 2 ഇപ്പോൾ 1 12ൻ്റെ ആ 2ൽ 1 എന്താണ് ക്യാരിയാണ്. അടുത്തതിൻ്റെ ഒപ്പം കൂട്ടാനുള്ളതാണ്. ഈ ക്യാരി വരുന്നതൊക്കെ അടുത്തതിൻ്റെ ഒപ്പം കൂട്ടുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? അടുത്തത് എടുത്തു. ഈ 2 ആണ് അടുത്തതുള്ളത്. ആ 2ൻ്റെ ഡബിൾ എടുത്തു. എന്താണ് 4 ആണ്. ആ 4 പ്ലസ് ഈ 5 അടുത്ത സംഖ്യ 5 ആഡ് ചെയ്തു. എന്താണ് 9 ആണ്. അതിൻ്റെ ഒപ്പം 1 കൂട്ടി നമുക്ക് എന്ത് ചെയ്തു? 10 ആണ്. അപ്പോൾ 0 1 വീണ്ടും എന്ത് കിട്ടി? ക്യാരി കിട്ടി. ഇനി ഇവിടെ ഇപ്പുറത്തെ സംഖ്യ ഇല്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 0 എന്നങ്ങോട്ട് വിചാരിക്കുക. അപ്പോൾ 0 എന്ത് ചെയ്യുക? അത് 2ൻ്റെ ഇപ്പുറത്തെ സംഖ്യ ഇല്ലല്ലോ, നമ്മൾ അങ്ങനെയല്ലേ കാൽക്കുലേറ്റ്. അത് ഇപ്പുറത്തെ സംഖ്യ ഡബിൾ ചെയ്തിട്ട് അടുത്ത സംഖ്യ കൂട്ടിയിട്ട് ക്യാരി ഉള്ളത് കൂടി കൂട്ടി ചേർത്തിട്ടാണല്ലോ നമ്മളിവിടെ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സംഖ്യ ഇല്ല. അപ്പോൾ നമ്മളെന്തെടുത്തു? അതൊരു 0 എന്നൊക്കെ എടുത്തു. അപ്പോൾ 0നെ ഡബിൾ ചെയ്തു. എന്താണ് 0 തന്നെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ 1 ഉള്ളത് ക്യാരി ഉള്ളത് കൂട്ടി 1 കിട്ടി. അതിൻ്റെ ഒപ്പം ഈ അടുത്ത സംഖ്യ കൂട്ടി 1 + 2 എന്ത് കിട്ടി? 3. അപ്പോൾ 3024 ആണ് ഇതിൻ്റെ ഉത്തരം. ഈ 0 നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഈ 0 നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു കാര്യമാണ്. 0 ഒഴിവാക്കിയിട്ട് ആ ക്യാരിയുടെ ഒപ്പം ഈ സംഖ്യ കൂട്ടിയിട്ട് ഇങ്ങോട്ട് എഴുതിയാൽ മതി. എന്ത് കിട്ടി? 3 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ് 12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇത്രയും എളുപ്പമാണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ എടുക്കാം. 12ൻ്റെ മൾട്ടിപ്ലിക്കേഷന് ഞാൻ വേറൊരു വലിയ സംഖ്യ എടുക്കാൻ വേണമെങ്കിൽ 3 2 5 6 × 12 ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 6ൻ്റെ ഡബിൾ എടുത്ത് എഴുതി. എന്താണ് 12 1 ആണ് ക്യാരി. എന്ത് ചെയ്തു? 1 ആണ് ക്യാരി. 5ൻ്റെ ഡബിൾ എടുത്തു. അടുത്ത സംഖ്യയാണ് എടുത്തത്. 5ൻ്റെ ഡബിൾ എടുത്തു. എന്താണ് 10 ആണ്. ആ 10 പ്ലസ് 1 11 പ്ലസ് 6 17 1 അടുത്ത 1 എടുത്ത് ഇവിടെ എഴുതി. മീൻസ് നമുക്ക് ക്യാരിയാണ്. 17th 1 ക്യാരിയാണ്. ആ 1 ഇവിടെ എടുത്ത് എഴുതി. അടുത്ത സംഖ്യ എടുത്തു. 2ൻ്റെ ഡബിൾ 4 ആണ്. 4 + 1 5 ആണ്. ആ 5ൻ്റെ ഒപ്പം ഈ സംഖ്യ കൂട്ടി. എന്താണ് 5 കൂട്ടി. അപ്പോൾ എന്താണ് 10 ആണ്. അപ്പോൾ 10 കിട്ടി. അടുത്ത 1 അടുത്ത 0 അതിൻ്റെ 0 എടുത്ത് എഴുതി. 1 നമുക്ക് എന്ത് ചെയ്തു? അതിൻ്റെ ക്യാരിയൊക്കെ എടുത്ത് എഴുതി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ അടുത്ത ഈ 3 അടുത്ത സംഖ്യ എടുത്തു. 3ൻ്റെ ഡബിൾ എടുത്തു. 6 ആണ്. 6 + 1 7 അടുത്ത സംഖ്യ കൂട്ടി. 7 + 2 9 9072 ആണ് ഇതിൻ്റെ ഉത്തരം. ഇത് ഇത്ര കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും സമയമെടുക്കുന്നതായിരിക്കും. ഇത് ഞാൻ എഴുതി ചെയ്യുമ്പോഴാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നത്. നിങ്ങൾ വിഷ്വൽ മെമ്മറിയിൽ അല്ലെങ്കിൽ കണ്ടിട്ട് വിഷ്വൽ മെമ്മറിയിൽ നിങ്ങൾ ചെയ്തിട്ട് നേരിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടാവുന്നത്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും 12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 11ൻ്റെ മൾട്ടിപ്ലിക്കേഷനൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത 13ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 14ൻ്റെ മൾട്ടിപ്ലിക്കേഷനൊക്കെ എളുപ്പമുള്ള
കുറച്ച് വഴികളും ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സാവുന്നതല്ല. താങ്ക് യു ഫോർ വാച്ചിങ് കേരള ടെക് അക്കാഡമി. കേരള